ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ റെസിപ്പി ഒരു ലഞ്ച് റെസിപ്പിയാണ്. നമ്മൾ പതിവായി കഴിക്കുന്ന ചോറ്, കറി, തോരൻ ഇതിൽ നിന്നെല്ലാം ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പി. അതാണ് പെപ്പർ മഷ്റൂം റൈസ്. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കണ്ടാൽ ഞാൻ ഇടയിൽ പറയുന്ന ടിപ്സ് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുള്ളൂ. അതേപോലെ ആദ്യമായിട്ടാണ് ഹോം ആൻഡ് മോർ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ആ ബെല്ലൈക്കൺ അമർത്തി ഓൾ ഇന്നും കൂടി പ്രസ് ചെയ്താൽ ഞാൻ അടുത്ത വീഡിയോ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ നമുക്ക് പെപ്പർ മഷ്റൂം റൈസ് തയ്യാറാക്കാം. ആദ്യം ഇൻഗ്രീഡിയൻസ് നോക്കാം. റൈസ് തയ്യാറാക്കാനായി ഞാൻ 2 കപ്പ് ജീരകശാല അരിയാണ് എടുത്തിട്ടുള്ളത്. 200 ഗ്രാമിൻ്റെ ഒരു പാക്കറ്റ് മഷ്റൂം എടുത്ത് ക്ലീൻ ചെയ്ത് ഞാൻ നീളത്തിൽ കീറിയെടുത്തിട്ടുണ്ട്. മഷ്റൂമിൻ്റെ പുറത്തുള്ള കോട്ടിംഗ് ഒന്ന് ചെറുതായിട്ട് കളയണം. മഷ്റൂം ക്ലീൻ ചെയ്യുന്ന വിധം ഞാൻ എൻ്റെ സ്പൈസി മഷ്റൂം മസാല എന്ന വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ഞാൻ അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടാം, അതൊന്ന് നോക്കിയാൽ മതി. ഇനി വേണ്ടത് മീഡിയം സൈസിലുള്ള 2 സവാള ചെറുതായി അരിഞ്ഞെടുത്തത്, 4 പച്ചമുളക്, 1 ടീസ്പൂൺ ഇഞ്ചി ചതച്ചത്, 1 ടീസ്പൂൺ വെളുത്തുള്ളി ചതച്ചത്, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുരുമുളക് പൊടി, 2 മീഡിയം സൈസ് തക്കാളി ചെറുതായി അരിഞ്ഞത്, ഗരം മസാലപ്പൊടി, മല്ലിയില. ആദ്യം നമുക്ക് അരി വേവിച്ചെടുക്കാം. ഇതിനു വേണ്ടി ഞാൻ ഏകദേശം ഒരു 6 ഗ്ലാസ് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുകയാണ്. ഏത് ഓയിലും നിങ്ങൾക്ക് ഒഴിക്കാം. അത് അരി തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. നന്നായി കഴുകി ഊറ്റി വെച്ച ജീരകശാല അരി ഞാൻ ഇതിലേക്ക് ഇടുകയാണ്. വെള്ളം തിളയ്ക്കാറാവുമ്പോഴാണ് അരി ഇടേണ്ടത്. ഇനി ഇത് ഒരു 10 മിനിറ്റ് കൊണ്ട് വെന്ത് കിട്ടും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പും നമുക്ക് ചേർക്കാം. വെന്തുടയാതെ ശ്രദ്ധിക്കണം. ഒരു 10 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ ഏകദേശം വെന്ത് വരും. ചോറ് കുഴഞ്ഞു പോവാതെ സൂക്ഷിക്കണം. അതിനാണ് നമ്മൾ എണ്ണ ഒഴിച്ചിട്ടുള്ളത്. പക്ഷേ എന്നാലും അധികം വെന്തുടയരുത്. ഇനി നമുക്കിത് ഊറ്റിയെടുക്കാം. ഊറ്റിയെടുത്ത ശേഷം ഈ ചോറൊന്ന് ഉലർത്തിയിടുക തണുക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ആ ചൂടിലിരുന്നിട്ട് അരി ഒന്നുകൂടി വെന്തു പോകും. ഇനി നമുക്കൊരു പാത്രം അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഞാൻ എണ്ണ ഒഴിച്ചിരിക്കുകയാണ്. റിഫൈൻഡ് ഓയിലോ വെളിച്ചെണ്ണയോ നിങ്ങൾക്ക് ഒഴിക്കാം. ഇതിലേക്ക് സവാള ഇട്ടിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. വല്ലാതെ വഴന്ന് വരണമെന്നൊന്നുമില്ല. അതിലേക്ക് ഇനി ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടി ചേർത്തിട്ട് നമുക്കൊന്ന് വഴറ്റാം. ഇത് ചേർത്തിട്ട് ഒരു 2 മിനിറ്റ് വഴറ്റിയാൽ മതി. അപ്പോഴേക്കും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വരും. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർക്കാം. ഞാനൊരു 3/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 3 ടീസ്പൂൺ മല്ലിപ്പൊടി, ഒരു 2 ടീസ്പൂൺ കുരുമുളക് പൊടി, ഇത്രയാണ് ചേർക്കുന്നത്. ഇതിന് മുളക് പൊടി ചേർക്കുന്നില്ല. പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എരിവാണ് ചേർക്കുന്നത്. അത് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് എരിവിനനുസരിച്ച് ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് തക്കാളി ചേർക്കാം. തക്കാളി ചേർത്തിട്ട് ഒന്ന് ഇത് മയം വരണം. അതിന് വേണ്ടിയിട്ട് തക്കാളി ചേർത്ത് വഴറ്റുമ്പോൾ തന്നെ സ്വല്പം ഉപ്പ് ചേർക്കാം. ഇനി ഇതൊന്ന് നന്നായിട്ട് മയം വരണം. ഇത് കുറേ നേരം വഴറ്റേണ്ട പണിയില്ല. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്വല്പം വെള്ളം ഒഴിക്കുകയാണ്. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് തക്കാളി ഒന്ന് വെന്തുടയും. ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ തക്കാളി നന്നായിട്ട് വെന്ത് വരും. ഇനി ഇതിലേക്ക് നമുക്ക് അരിഞ്ഞ് വെച്ചിട്ടുള്ള മഷ്റൂം ചേർക്കാം. ഞാൻ നീളത്തിൽ അരിഞ്ഞ് ചേർത്തത് അത് ചോറിൻ്റെ കൂടെ കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഇനി മഷ്റൂമിലേക്ക് ഈ മസാലയൊക്കെ നന്നായിട്ടൊന്ന് പിടിപ്പിക്കാം. ഞാൻ സ്വല്പം വെള്ളം ചേർത്ത് ഇത് അടച്ച് വെച്ച് വേവിക്കുകയാണ്. ഒരു 3 മിനിറ്റ് കൊണ്ട് തന്നെ മഷ്റൂം വെന്ത് വരും. മഷ്റൂമിന് അധികം വേവില്ല. അധികം വെള്ളം ചേർക്കരുത്, കാരണം മഷ്റൂമിൽ നിന്ന് വെള്ളം ഇങ്ങോട്ടേക്ക് ഊർന്നു വരും. അതേപോലെ ഞാൻ തക്കാളിയിൽ ഉപ്പിട്ടപ്പോൾ ആ ഉപ്പ് തന്നെ മഷ്റൂമിലേക്കും പാകമാണ്. അതുകൊണ്ടാണ് ഞാൻ രണ്ടാമത് ഇടാതിരുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് ഗരം മസാലപ്പൊടി ചേർക്കാം. 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി മാത്രം ചേർത്താൽ മതി, അധികം പാടില്ല. അതോടൊപ്പം തന്നെ ഞാൻ മല്ലിയിലയും ചേർക്കുകയാണ്. ഇപ്പം തന്നെ നമ്മളുടെ ഇതൊരു ഗ്രേവി ടൈപ്പിലായി കഴിഞ്ഞു. അതായത് ഇതൊരു പെപ്പർ മഷ്റൂം കറി പോലെ നമ്മൾക്കിത് ഇതേ സ്റ്റേജിൽ തന്നെ നമുക്ക് കഴിക്കാം. പൊറാട്ടയുടെ കൂടെയോ ചപ്പാത്തിയുടെ കൂടെയോ ഗീ റൈസിൻ്റെ കൂടെയോ ഒക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഒരു എരിവൊന്ന് കുറയ്ക്കണം, ഗ്രേവി കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ ഒരു 2 ടേബിൾ സ്പൂൺ കോക്കനട്ട് മിൽക്ക് പൗഡർ കുറച്ച് വെള്ളത്തിൽ കലക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചാലും നല്ല കറിയായിട്ട് കിട്ടും. ഇനി നമുക്കിതിൽ നിന്ന് ഞാൻ പകുതി എടുത്തു മാറ്റുകയാണ്. ഇനി ആ ബാക്കി പകുതിയിലേക്ക് നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ചേർക്കാം. മുഴുവനായിട്ടും തന്നെ റൈസ് ഞാൻ ചേർക്കുകയാണ്. ഇനി ഇതിൻ്റെ മീതേക്ക് ഞാൻ എടുത്തു വെച്ചിട്ടുള്ള ബാക്കി മഷ്റൂം ചേർക്കുന്നു. ഇത് ബിരിയാണി പോലെ ദമ്മൊന്നും ചെയ്യേണ്ട. ഇനി ചെയ്യേണ്ടത് എന്താ വെച്ചാൽ എല്ലാ ഭാഗത്തേക്കും ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിക്കണം. ഈ അവസരത്തിൽ ഒരു ചെറുനാരങ്ങയുടെ നീര് നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ചെറുനാരങ്ങയുടെ പുളിപ്പും കൂടി ആകുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. ഒന്ന് ടേസ്റ്റ് കൂട്ടാനായി ഞാൻ 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ചേർക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കൂടി ചേർത്ത് നമുക്ക് വാങ്ങി വയ്ക്കാം. ഇപ്പോൾ നമ്മളുടെ പെപ്പർ മഷ്റൂം റൈസ് റെഡി ആയി കഴിഞ്ഞു.
നല്ല ടേസ്റ്റിയാണ് കേട്ടോ. ഞാൻ പറയുന്നതല്ല, നിങ്ങൾ ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങളും പറയും ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ലഞ്ച് റെസിപ്പിയാണെന്ന്. വളരെ എളുപ്പമാണ്, എത്ര പെട്ടെന്ന് നമ്മൾ ഉണ്ടാക്കിയല്ലേ. മഷ്റൂമിനൊന്നും അധികം വേവില്ല. ഇത് വെറുതെ കഴിക്കാൻ തന്നെ എന്തൊരു സ്വാദാണെന്നോ. ഞാൻ ഇതിൻ്റെ കൂടെ സാലഡും പിക്കിളുമാണ് കഴിക്കുന്നത്. ഞാൻ പറഞ്ഞു തന്നുകൊണ്ട് മാത്രമായില്ല, അപ്പോൾ നിങ്ങളും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ കമൻറ്റ്സ് എന്നെ അറിയിക്കണം. അതേപോലെ ഈ വീഡിയോ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യാൻ മറക്കരുത്. അപ്പം നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.